ലീഡറുടെ ഭക്തിയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ച സംഭവമായിരുന്നു രാജൻ കേസ്. അതിൻ്റെ വിധി കേൾക്കാൻ അദ്ദേഹം പോകുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നിന്നും അല്പം ചന്ദനമെടുത്ത് നെറ്റിയിൽ അണിഞ്ഞിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിട്ടാണ്, ആ വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ആ കേസിൻ്റെ വിധി കേൾക്കാൻ പോയത്. ദൈവഹിതം, ദൈവത്തിൻ്റെ വിധി, കോടതിയുടെ വിധി എല്ലാം ലീഡർക്ക് അനുകൂലമായി തന്നെ വന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തിയെപ്പറ്റി നമ്മളോട് കൂടുതൽ പറയാൻ വേണ്ടി ഈ വേദിയിലേക്ക് എത്തുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ എന്നും പൂജ ചെയ്യാൻ അർഹതയുള്ള 4 കുടുംബങ്ങളിലെ ഒരംഗമായ 25 വർഷമായി ഗുരുവായൂരപ്പനെ നിത്യവും സേവിക്കുന്ന മുൻ മേൽശാന്തിയായിരുന്ന ഗുരുവായൂർ ക്ഷേത്ര ഓദിക്കൻ ശ്രീ വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലീഡറുടെ ഭക്തിയെപ്പറ്റി ഞങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ഭക്തിയെപ്പറ്റി എന്താണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? എന്താണ് അദ്ദേഹത്തെപ്പറ്റി പ്രത്യേകിച്ച് ഞങ്ങളോട് പറയാനുള്ളത്? ശ്രീ ഗുരുവായൂരപ്പനെ സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. പക്ഷേ സമുന്നതനായ വ്യക്തികൾ വളരെ കുറവാണ്, പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ. യഥാസമയവും എല്ലായ്പ്പോഴും ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന ബഹുമാന്യനായ ലീഡർ, ഗുരുവായൂരപ്പനെ പറ്റി എത്ര പറഞ്ഞാലും മതി വരാത്ത ലീഡർ. അങ്ങനെ 100 വിശേഷങ്ങളാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റിയിട്ട് മനസ്സിൽ തോന്നിക്കുന്നത്. സാധാരണ മറ്റ് പല വ്യക്തികൾക്കും ഭീഷ്മാചാര്യൻ, തികഞ്ഞ ഭരണകർത്താവ്, അങ്ങനെ പല വിശേഷങ്ങളുണ്ടെങ്കിൽ കൂടി ശ്രീ കെ കരുണാകരൻ എന്ന അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഓർമ്മ വരുന്നത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ഭക്തി പുരസ്സരം എല്ലാ മാസവും 1-ാം തീയതി നിറമഴികൾ കണ്ണുകളോടുകൂടി നാരായണീയത്തെ ശ്ലോകങ്ങളും ജ്ഞാനപ്പാനയും അവസാനം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ലീഡറെയാണ്. എന്തായാലും 25 വർഷത്തോളമായിട്ട് എല്ലാ മാസവും ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. ഒരിക്കൽ പോലും എനിക്ക് അദ്ദേഹം ഗുരുവായൂരപ്പനോട് ഒരു സ്വന്തം കാര്യം പറഞ്ഞതായി എൻ്റെ മനസ്സിൽ വരുന്നില്ല. ഒരിക്കൽ പോലും എന്നോടും പറഞ്ഞിട്ടില്ല, എൻ്റെ മകനെ MP ആക്കണം, മകളേതാക്കണം. ഒരിക്കലും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനോ മറ്റ് പല വ്യക്തികളും പറയാറുണ്ടെങ്കിൽ കൂടി ഇദ്ദേഹം ഇന്നേ വരെ ഒരു സ്വന്തം കാര്യം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറഞ്ഞതായി എനിക്ക് അറിവില്ല. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും. അങ്ങനെ ഓരോ നിർണായക സന്ദർഭങ്ങളിലും 91 ഞാൻ ആദ്യം മേശാന്തി ആയിരുന്ന സമയത്താണ് അദ്ദേഹം വിജയശ്രീ ലാളിതനായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അവിടെ വന്ന്. അതേപോലെയാണ് എനിക്ക് ഉറക്കം വരാത്തൊരു രാത്രിയായിരുന്നു 96 അദ്ദേഹം ഇലക്ഷനിൽ തൃശ്ശൂർ തോറ്റ് സന്ദർഭങ്ങളിലും ആണ്. അന്ന് 2 സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് ഒരേ മനോഭാവമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. ഒരു ഭാവ വ്യത്യാസം അദ്ദേഹത്തിനില്ല.